ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊജക്ട് ടൈഗർ ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഒരു മെമ്മറിയാണ്. അതായത് ഒരു സത്യജിത് റേ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിന്റെ അദ്ദേഹം ഒരു ടൈഗറിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഫിലിം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. സത്യജിത് റേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഫിലിം മേക്കർ ആണ് ആര്, സത്യജിത് റേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇതിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇറ്റാലിയൻ ഫിലിം ആണ് ബൈസൈക്കിൾ തീസ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഫ്രഞ്ച് ഫിലിം മേക്കർ ആയിട്ടുള്ള ജീൻ റെനോർ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിനെ ഫിലിം മേക്കിംഗ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫിലിം മേക്കിംഗ് കാലഘട്ടത്തിൽ ടൈഗറിനെ വെച്ച് ഒരു ഫിലിം എടുക്കാനുള്ള അവസരം കിട്ടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ അതിന്റെ കുറച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഹിയർ is an article by Satyajit Ray, one of the greatest filmmakers, on how he managed to shoot the scenes of a film which included a tiger. ഒരു ടൈഗറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം അദ്ദേഹം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്, ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. No one can beat Hollywood when it comes to making films with animals in them. I remember first my film in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human. Later we go to see 3 or 4 other buildings with a collie called Lassie. It seemed that the director could make Lassie do just about anything. ഇതിൽ പറയുന്നത് no one can Hollywood when it comes to making films with animals in them. എന്താണ്, ഹോളിവുഡ് ഫിലിംസിനെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. എന്തിലേക്ക് വരുമ്പോഴാണ് തോൽപ്പിക്കാൻ പറ്റാത്തത്? ആനിമൽസിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ, ആനിമൽസിനെ വെച്ച് ഫിലിം എടുക്കുന്ന കാര്യത്തിൽ ഹോളിവുഡ്സിനെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തന്നെ. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് there were quite a few of them. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ അദ്ദേഹം കണ്ടിട്ടുള്ള കുറച്ച് ഫിലിംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ഒരു ഓർമ്മ പങ്കുവെക്കാണ്. എന്താണ്, that had an Alsatian called Rin Tin Tin. Rin Tin Tin എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ടായിരുന്നു. This dog's acting was more impressive than human. ഒരു ഹ്യൂമൻ ആക്ടറിനെയും ഇംപ്രസീവ് ആയിട്ടൊരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ആരെന്ന് പറയുന്നത് Rin Tin Tin എന്ന് പറയുന്നത്. Later we got to see 3 or 4 other films with a collie called Lassie. പിന്നീട് അദ്ദേഹം വേറെ 2-3 ഫിലിംസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. കോളി എന്ന് പറയുന്ന ഒരു നായയുടെ, അതായത് അതിന്റെ പേര് ലാസിയാണ്. ലാസി എന്ന് പറയുന്ന ഒരു കോളി നായയുടെ കുറച്ച് ഫിലിം അദ്ദേഹം കാണാനായിട്ട് ഇടയായി. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയ കാര്യം ഡയറക്ടർ പറയുന്ന എന്ത് കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഡോഗാണ് ലാസി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. These dogs were famous stars in their own rights. ഈ ഡോഗുകൾ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് തന്നെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ് ആയിരുന്നു. ആൻഡ് the money they earned was no less than what a real film star got. എന്താണ്, സാധാരണ ഒരു ഫിലിം മേക്കർ, അതായത് സാധാരണ ഒരു ഫിലിം സ്റ്റാർ, ഹ്യൂമൻ സ്റ്റാർ എത്ര പൈസ ഏൺ ചെയ്യുന്നുണ്ടോ, ഫിലിമിൽ അഭിനയിക്കുന്നതിലൂടെ എത്ര പൈസ ഏൺ ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ഈ ഡോഗ്സും ഏൺ ചെയ്യുന്നുണ്ട്. Their owners could easily make as much as 100,000 rupees from just one film. ഒരു ഫിലിമിൽ നിന്ന് തന്നെ അവരുടെ ഓണേഴ്സിന് വലിയ രീതിയിലുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും ട്രെയിൻഡ് ആണ് ആ ഡോഗുകൾ എന്ന് പറയുന്നത്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio. ഡിസ്നി സ്റ്റുഡിയോയിലെ ഒരു 20 വർഷം മുമ്പ് അദ്ദേഹം ഷൂട്ടിംഗ് കാണാൻ പോയ സമയത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ആനിമൽ റെവറന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ആദരപൂർവ്വം അത്രയോട് കൂടിയിട്ടാണ് അവിടുത്തെ ആനിമൽ ആക്ടേഴ്സിനെയും അവിടുത്തെ ആൾക്കാർ ഫിലിം മേക്കേഴ്സ് കാണുന്നതെന്നാണ് അദ്ദേഹം റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The cameraman was getting the lights ready. It is customary for actors when the lights are on, they have to shoot
they have to show cameraman how they will walk or where they will stand at a particular shoot. എന്താണ് the cameraman was getting the light ready. Cameraman ലൈറ്റ്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കാണ്. എന്താണ് ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസന്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. അത് ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സ് അവിടെ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു കസ്റ്റമറിയാണ്. കസ്റ്റമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അവിടെ എന്താണ് ലൈറ്റ്സ് ക്യാമറമാൻ റെഡിയാക്കുന്ന സമയത്ത് ആക്ടേഴ്സ് എല്ലാവരും അവിടെ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളത്. So they have to show the cameraman how they will walk or where they will stand in a particular shot. ഓക്കെ, അവരെ എന്ത് കാണിച്ചു കൊടുക്കണം, അവരെ എവിടെയായിരിക്കും ആയിരിക്കും നടക്കുന്നുണ്ടാവുക, എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നൊക്കെ ഒരു പെർട്ടിക്കുലർ ഷൂട്ടിന് വേണ്ടി ക്യാമറമാന് കാണിച്ചു കൊടുക്കണം. എന്നാലേ അതിനനുസരിച്ച് ക്യാമറമാന് ലൈറ്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദ സ്റ്റാൻഡിങ്. എന്താണ് വെരി ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ് അവരുടെ കേസിൽ ഈ പണി ചെയ്യുന്നത് ആരാണ്? അവരുടെ സ്റ്റാൻഡിങ്സ് ആണ്. സ്റ്റാൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഇസ് ഫിസിക്കലി സിമിലർ ടു ദി റിയൽ സ്റ്റാർ. എന്താണ് റിയൽ സ്റ്റാറിന്റെ അതേ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരു ആളിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവരായിരിക്കും ഈ സ്റ്റാർസിന് പകരം ആ ഒരു ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത്. ദ സ്റ്റാർസ് themselves arrive only when the lights are ready and it is time to take a shoot. എന്താണ് ഈ സ്റ്റാർസ് പിന്നെ എപ്പോഴാണ് വരുന്നത്? അവരുടെ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ട് എടുക്കാൻ സമയത്ത് അവർ Here in Disney Studio, I noticed that a few actors were moving about the set and one said quietly was a protagonist, the same large job. എന്താണ് in Disney Studio, I noticed that a few actors were moving about in the set and on one side standing quietly was the protagonist, the same large job. ആ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം ഷൂട്ടിൽ കാണാൻ പോകുന്ന സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രോട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടർ അതെന്ന് പറയുന്നതാണ് ഒരു ലാർജ് ഡോഗ് ആണ്. ഓക്കെ, ആ ഫിലിമിൽ കുറച്ച് ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നത് ആര് കാണാണ്? ഇവിടെ സത്യജിത് റേ കാണാണ്. The cameraman shouted to everyone to take their position, but the dog remained where it was. എന്താണ് ക്യാമറമാൻ എല്ലാവരോടും അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഷൗട്ട് ചെയ്യാണ്. പക്ഷേ ആ ഡോഗ് മാത്രം അനങ്ങുന്നില്ല, അവിടെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാണ്. ദിസ് പസിൽ മീ, അത് അദ്ദേഹത്തിന്റെ സംശയത്തിലാഴ്ത്താണ്. കുഡ് ഇറ്റ് ബി that is it was not required in the next version. അപ്പൊ അദ്ദേഹം ചിന്തിക്കാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള പൊസിഷൻ കീപ്പ് ചെയ്തു, പക്ഷേ ഈ ഡോഗ് മാത്രം അനങ്ങുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഷൂട്ടിലേക്ക് ഈ ഒരു ഡോഗ് ഉണ്ടാവില്ല എന്ന് ആര് വിചാരിക്കാണ്? നമ്മുടെ റേ വിചാരിക്കാണ്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ ഈ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. അദ്ദേഹം ആരോടെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ഇവിടെ ഒരു ലിറ്റിൽ ഡോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുള്ളനായിട്ടുള്ള മനുഷ്യൻ അവിടേക്ക് വരികയാണ്. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഡോഗ് സ്കിൻ. ഒരു അദ്ദേഹത്തിന്റെ പിന്നിലായിട്ട് മറ്റൊരാളുണ്ട്, അയാളുടെ കയ്യിൽ ഡോഗ് സ്കിന്ന് ഉണ്ട്. ഡോഗ് സ്കിന്ന് അദ്ദേഹത്തിന്റെ പിറകെ വരുന്ന ആളുടെ കയ്യിലുണ്ട്. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെന്റ് the top went down on all the fours on താഴെ സ്റ്റോക്കിന്റെ അവിടെ ഈ ഒരു ഡോഫ് വന്നിട്ട് പോലെ അത് പൊട്ടുകുത്തിയിരിക്കുകയാണ്. അയാളുടെ മുകളിലായിട്ട് ഡ്രാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇട്ട് കൊടുക്കുകയാണ്, കവർ ചെയ്യാണ്. ഓക്കെ, ദെൻ ഹി ക്രോൾഡ് എന്ന് പറഞ്ഞാല് ഇഴയുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് നായ നടക്കുന്നത് പോലെ അദ്ദേഹം നടക്കുകയാണ്. ഫ്രം വൺ മാർക്ക് ടു അനദർ, ഒരു മാർക്കിൽ നിന്ന് അടുത്ത മാർക്കിലേക്ക്. The cameraman got busy with the lights. It finally dawned upon me that this drop was paid to be the god stand-in. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ക്യാമറമാൻ പറയുന്നതിനനുസരിച്ചിട്ട് അപ്പൊ ഈ ഒരു കാര്യം ഇത് കണ്ടപ്പോഴാണ് ആർക്ക് മനസ്സിലായത്. ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വെക്കാൻ നമ്മൾ, അതായത് എനിക്ക് മനസ്സിലായത് എന്ത് ഈ ഡോഫ് എന്ന് പറയുന്നത് ഈ ഡോഗിന്റെ സ്റ്റാൻഡിൻ ആണ് എന്ന് ആർക്ക് മനസ്സിലായത്? സത്യജിത് ഹോളിവുഡ് ഫിലിം ഹോളിവുഡ് ഫിലിമിൽ ഉണ്ടാവുന്ന എല്ലാവർക്കും ഭയങ്കര ട്രെയിൻഡ് ആയിരിക്കും. ഇത് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു ഡോഗിനെയോ ഹോഴ്സിനെയോ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻഡ് റാവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റാവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പക്ഷിയാണ്, കാക്കകളില്ലേ ഇവിടെ, അതിന്റെ ഒക്കെ പോലത്തെ ഒരു പക്ഷിയാണ് റാവൻസ് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് വൺ ഓർ ടു
near the entrance of them. Okay, ഒന്നോ രണ്ടോ അല്ല 100ഓളം റാവൻസിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ 100ഓളം പക്ഷികളെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Even this was made possible in the Hollywood. പക്ഷേ ഇതുപോലും ഹോളിവുഡിൽ പോസിബിൾ ആണെന്ന് അദ്ദേഹം പറയാണ്. When the creator of some of the best suspense film in the history of cinema, Alfred Hitchcock decided to make a film called Birds. എന്താണ് ഹോളിവുഡ് ഫിലിംസിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫിലിം മേക്കർ ആയിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ വേൾഡിന്റെ എല്ലാ ഭാഗത്തുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പക്ഷികള് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുന്നതാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത്. ഹിച്ച്കോക്ക് needed a variety of birds, but what was required was ഈ ഒരു പക്ഷികളെ ആയിട്ട് അതിൽ ആവശ്യമാണ് റാവൻസ് നോട്ടീസസ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുഎസിന്റെ എല്ലാ ഭാഗത്തും എല്ലാ പ്രസുകളിലും എല്ലാ പത്രങ്ങളിലും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുകയാണ്. അതായത് ട്രെയിൻഡ് റാവൻസിന് വേണ്ടിയിട്ട് ആക്ടിങ് ട്രെയിൻ റാവൻസിനെ കിട്ടിയാൽ അധികം പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കും. ഓക്കെ, ഫ്യൂ ഡേയ്സ് ഒരാള് അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൊണ്ടാണ് റിപ്ലൈ കൊടുക്കാണ്. എന്താണ് ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ് ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ഓഫ് റാവൻസ്. ഓക്കെ, അദ്ദേഹത്തിന് ഒരാൾ മറുപടി ആയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഒന്നല്ല 100 ട്രെയിനിങ് ഹാസ് നോട്ട് ഗോൺ വെരി ബാഡ്. സെറ്റിലിംഗ് പറഞ്ഞു കഴിഞ്ഞാല് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സമ്മതിച്ചു കൊടുക്കാം. എന്താണ് ട്രെയിനിങ് ഹാസ് നോട്ട് ഗോൺ വെരി ബാഡ്. അവരുടെ ട്രെയിനിങ് എന്തല്ല വളരെ മോശമായിട്ടുള്ള ഒന്നായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് they could not do anything that might be seen as extraordinary. അതിഗംഭീരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് ബട്ട് ഇഫ് as many as 50 ravens are told to perch quietly in a row on a specified spot and if they obey this command instantly. ഓക്കെ, പക്ഷെ അതിൽ 50ഓളം റാവൻസിനോട് perch എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞിട്ട് അവരുടെ പൊസിഷനിൽ, അതായത് ഒരു മരത്തിന്റെ ശൈലിയിൽ എവിടെയും പോയി ഇങ്ങനെ നിരന്നിരിക്കുകയെ അതിനാണ് പേർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പതുക്കെ പോയിട്ട് ആ ഒരു പൊസിഷനിൽ ചെന്നിരിക്കുക, അതിനാണ് നമ്മൾ പേർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കമാൻഡ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഓളം പേര് വളരെ ആ ഒരു കമാൻഡ് അനുസരിച്ചുകൊണ്ട് ഇരിക്കാനുള്ളൊരു ട്രെയിനിങ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, റാവൻസിന് കിട്ടിയിട്ടുണ്ട്. ഇസ് ദാറ്റ് പ്രിറ്റി ഇംപ്രസീവ്? അത് വളരെ ഇംപ്രസീവ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay, animal sports and tigers. And needless to say, in our country, it is not at all easy to find trained animals. Trained animals നമ്മുടെ നാട്ടിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ശരിയാണ് അല്ലെ? ഓക്കെ, although some films have been made in Bombay and Madras that involve walking animals, horse and tigers. ഓക്കെ, പക്ഷെ ബോംബെയിലും മദ്രാസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ചില ഫിലിംസിലൊക്കെ എലിഫൻസിനെയും ആനകളെയും കുതിരകളെയൊക്കെ ടൈഗേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Their performance did suggest that they were used to obeying commands. അവരുടെ പെർഫോമൻസ് കണ്ടാൽ എന്താണ് അവര് കമാൻഡ്സിന് ഒബേ ചെയ്യാൻ പറ്റുന്നവരാണ്. ഇൻ ബംഗാൾ കൊല്ലക്കാരാണ്, അതായത് കണ്ടെത്താനായിട്ട് പറ്റും. പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്, പ്രത്യേകിച്ച് പോലീസ് നായകൾ അവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര ബുദ്ധിശാലികളാണ്. If one required to be patient, it is not altogether. One prepared to be patient, it is not altogether impossible to get good performance out of them as we manage നമുക്ക് പേഷ്യൻസ് ഉണ്ട്, അവരെയും കൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ളത് പേഷ്യൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഷൂട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞത് അതിൽ അദ്ദേഹം ബോലോ എന്ന് പറയുന്ന ഒരു നായ കൊണ്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ ഒരു എന്താ പറയാണ് ഓക്കെ. Yes, a dog might be
ഡിഫിക്കൽട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഓക്കെ, ഡോഗ്സിനെ കൊണ്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇമ്പോസിബിൾ അല്ല. ഓക്കെ, ആക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ അത് ഒരു നടക്കാത്ത കാര്യമല്ല, നടത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബട്ട് വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. ഓക്കെ, നമുക്ക് നായ്ക്കളെയോ കുതിരകളെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഒരു ടൈഗറിനെ വെച്ച് ഫിലിം ചെയ്യാൻ അവസരം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാനാണ് ചോദിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഞങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, വെൻ വി ആർ ഷൂട്ടിംഗ് ഗോപി ജാനെ ബർത്തവാനെ ഇൻ ദ ഫിലിം, ഗോപി who is banished by the king wanders in the forest meet Bhaga who is also being banished. Okay, എന്താണ് അവർക്ക് ഗോപി എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. ഈ ഫിലിമില് ഗോപിയും ബഗയും അവരുടെ കിങ്, അവരുടെ രാജാവിനെ ബാനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ബാൻ ചെയ്തു എന്നൊക്കെ പറയില്ല നമ്മള്, നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പൊ അവര് കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അവർ രണ്ടുപേരും കണ്ടുമുട്ടാണ്. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവര് ഒരു ടൈഗറിനെ കാണാണ്. കാട്ടിൽ വെച്ചിട്ട് ഗോപിയും ബഗയും കണ്ടുമുട്ടാണ്. അവരൊരു ടൈഗറിനെ കണ്ടിട്ട് അവിടെ പേടിച്ച് നിൽക്കാണ്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് about in the forest without paying them the slightest attention. പക്ഷെ ടൈഗർ എന്താണ്, പതുക്കെ അതിൽ സ്ലൈറ്റ് ആയിട്ട് നടന്നു പോവുകയാണ്, അവർക്കൊരു അറ്റൻഷനും കൊടുക്കാതെ. അതാണ് അവർക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഓക്കെ, ചിന്തിച്ചു നോക്കിയപ്പോൾ അത് സിമ്പിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. കാരണം ജസ്റ്റ് ടൈഗർ ഒരു നടന്നു പോകുന്ന ഒരു സീൻ മാത്രമേ എടുക്കാനുള്ളൂ. ബട്ട് വേർ വി ഗോ ടു ഫൈൻഡ് എ ടൈഗർ, നമ്മൾ എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ കണ്ടുപിടിക്കാന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്, the obvious thing to do was to look in a circus, since they were likely to have trained animals. എന്താണ് ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തം, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സർക്കസിൽ നിന്ന് ടൈഗറിനെ കിട്ടുന്നതായിരിക്കും സിമ്പിൾ. അതാവുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽ ആയിരിക്കും. ഓക്കെ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് വൺ കോൾഡ് ബാറ്റ് സർക്കസ് വാസ് എത്തി കൽക്കട്ട. ആ സമയത്ത് തന്നെ കൽക്കട്ടയിൽ ഭാരത് സർക്കസിന്റെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കറ്റ് സ്ക്വയർ. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. Okay, അങ്ങനെ ആ സമയത്ത് തന്നെയാണ് കൽക്കത്തയിലെ ഭാരത് സർക്കസ് എന്ന് പറയുന്ന ഭാരത് സർക്കസിന്റെ ഒരു വിസിറ്റ് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടാനുണ്ട്. അവിടെ ടൈഗർ ഉണ്ട്. അപ്പം ആ ഒരു അവിടുത്തെ അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്, ഭാരത് സർക്കസിന്റെ മാനേജർ എന്ന് പറയുന്നത് ആളാണ്, തമിഴനാണ്. അപ്പം അദ്ദേഹവുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, അപ്പോയിന്റ്മെന്റാണ് ആര് പറഞ്ഞേക്കാണ്. ഹി ഗ്രീറ്റഡ് ആസ് വാംലി ആൻഡ് ഓർഡർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us. അങ്ങനെ അവര് രാവിലെ അദ്ദേഹം അവരെ മീറ്റ് ചെയ്യാണ്. അവര് വളരെ കാമായിട്ട് അവരെ സ്വീകരിച്ചിരിക്കുകയും സൗത്ത് ഇന്ത്യൻ കോഫി അവർക്ക് വേണ്ടി ഓർഡർ ചെയ്യുകയും. The manager heard the reason of our visit, then sent for one Mr. Thorat. Okay, മാനേജർ അവരുടെ ആവശ്യം കേൾക്കുകയും ഒരു മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ഒരാളെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പറഞ്ഞയക്കാൻ ചെയ്തു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദി റിംഗ് മാസ്റ്റർ. ഓക്കെ, അദ്ദേഹം ഒരു റിംഗ് മാസ്റ്റർ ആണ് എന്ന് ആർക്ക് മനസ്സിലായി, ബ്രേക്കും കൂട്ടർക്കും മനസ്സിലായി. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. വെരി വെൽ ബിൽഡ് വിത്ത് ഫീച്ചേഴ്സ് ആൻഡ് വാട്ട് ലൈക്ക് ദോസ് ഓഫ് നേപ്പാളി. വളരെ നല്ല ഒരു ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു നേപ്പാളി ലുക്ക് ആയിരുന്നു പറയുന്നുണ്ട്. ഓക്കെ, ഹി വാസ് പെർഹാപ്സ് no more than 40. He showed as an old scar on his forehead which has been caused by tiger. എന്താണ് അദ്ദേഹത്തിന് എന്തല്ല, ഒരു 40 വയസ്സിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു കാർ, ഒരു ഓൾഡ് കാർ, ഒരു മുറിയുടെ പാട് അവർക്ക് കാണിച്ചു കൊടുക്കാണത് ടൈഗറിന്റെ അറ്റാക്കിലൂടെ ഉണ്ടായതാണ്. ടൈഗർ വാങ്ങിയത് കാണിച്ചത് അങ്ങനെ എന്തോ ആണ്. അതിന്റെ അറ്റാക്കിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാർ അവര് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഓക്കെ, അടുത്തെന്താ, we told him what we wanted. ഞങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. The shooting was taking place near ഷുയിരി in ബീർഭൂമിലുള്ള ഷുയിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. We want to show a tiger in a thick bamboo grove. All the animals was required to do was come out of the bamboo grove in an open space. Pace gently for a while, look at the camera if possible, and then go back. എന്താണ് പറയുന്നത്, അവർക്ക് ഒരു ടൈഗർ
ടൈഗറിന് ആവശ്യമുണ്ട്. ടൈഗർ വെച്ച് ഷൂട്ട് നടക്കുന്നത് ബീർഭൂമിൽ ഷൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. വേറെ ഒന്നുമില്ല, എന്താണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷൂട്ട് നമുക്ക് വേണ്ട. ജസ്റ്റ് എന്താണ് ആവശ്യം, ഒരു ബാംബു ഗ്രൂ, തിക്ക് ആയിട്ടുള്ള ഒരു ബാംബു ഗ്രൂവിലൂടെ ടൈഗർ നടന്ന് ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരുന്നതും വന്നിട്ട് ജസ്റ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിലേക്ക് ഒന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൂടെ നടന്നിട്ട് തിരിച്ചു പോകുന്നത്. അത് മാത്രമേ അവർക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെന്താണ് ഇവര് മിസ്റ്റർ ത്രാട്ടിനോട് പറഞ്ഞു കൊടുക്കാണ്. കൂടെ ടൈഗർ ഫ്രം ബാർഡർ സർക്കസ് ഡു ദിസ് ജോബ് മിസ്റ്റർ ത്രാട്ടിനോട് എന്താണ് അവര് ചോദിക്കാണ്, നിങ്ങൾ ബാർഡർ സർക്കസിലുള്ള ഒരു ടൈഗറിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ തറാത്ത് എന്ത് ചെയ്യാണ്, അങ്ങനെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയാട്ടാണ്. ഹൗ ലോങ് യു നീഡ് ഫോർ നിങ്ങൾക്ക് നേരത്തെ ചോദിക്കാണ്. ഷൂട്ടിങ്ങിന് ജസ്റ്റ് 2 മണിക്കൂർ മതിയാവും എന്ന് പറയാണ്, റേ പറയാണ്. But that would be in addition to time. In addition to the time it will take to travel to and from ഷൂരിലേക്ക്. ഷൂരിയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം കൂടി വേണ്ടിവരും. On being told that the travel itself should no more than 2 days. ട്രാവലും കൂടി കൂട്ടിയിട്ട് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ്. The manager agreed to put the tiger in a cage and send it in the lorry. He invited us to take a look at the tiger. എന്താണ് എന്താ പറയുന്നത്, ഓക്കെ, മാനേജർ 2 ദിവസത്തിന് മതി എന്ന് പറഞ്ഞപ്പോൾ മാനേജർ ചെയ്യുകയും കേജിലാക്കി, അതായത് ടൈഗറിന്റെ കൂട്ടിലാക്കിയിട്ട് ലോറിയിൽ അയക്കാമെന്ന് അവരോട് സമ്മതിക്കുകയും ചെയ്തു. ആൻഡ് ടൈഗറിനെ കാണാനായിട്ട് അവർക്ക് അവസരം കൂടി കൊടുക്കാൻ. ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഈസി ടു ഗെറ്റ് ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂ? ഐ കുഡന്റ് ഹെൽപ്പ് ആസ്കിങ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ബാംബു ഗ്രൂവിലൂടെ ആനിമൽ ഫ്രീ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അയക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന്. ഐ കുഡ് ഹെൽപ്പ് ആസ്കിങ്. ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് എന്ന അർത്ഥാണ് വരുന്നത്. അതായത് എനിക്ക് ചോദിക്കാതിരിക്കാനായില്ല എന്നാണ് പറയുന്നത്. മിസ്റ്റർ ത്രാട്ട് ഫ്രോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സംശയത്തോടെ നോക്കാനാണ്. ഓക്കെ, സംശയത്തോടെ മിസ്റ്റർ ത്രാട്ട് ഞാൻ നോക്കുകയാണ്. ഐ എം നോട്ട് ഷുവർ, എനിക്ക് അതൊന്നുമില്ല, ഉറപ്പില്ല എന്ന് അദ്ദേഹം റിപ്ലൈ കൊടുക്കുകയാണ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ദ കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. ഞാൻ ഇതുവരെ അവനെ കേജിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് പുറത്തിറക്കിയിട്ടില്ല, ഫ്രീ ആയിട്ട് പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് ആര് പറയാണ്, മിസ്റ്റർ ത്രാട്ട് റിപ്ലൈ കൊടുക്കുകയാണ്. വാട്ട്? അത് കേൾക്കുമ്പോൾ നമ്മുടെ റേക്ക് വളരെ അത്ഭുതം തോന്നാണ്. വേർ ഓൾ അവർ പ്ലാൻ ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. അതായത് ഞങ്ങളുടെ പ്ലാനൊക്കെ വെള്ളത്തിലാവാൻ പോകുകയാണോ, അതായത് ഇല്ലാതാകാൻ പോകുകയാണോ എന്ന് ആര് വിചാരിക്കാണ്, ആര് ചിന്തിക്കാണ്, നമ്മളെ സത്യജിത്തിനെ ചിന്തിക്കാം. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ട്രെയിനർ ബി സേഫ് വിത്ത് ദ അനിമൽ. എന്താണ് ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ട്രെയിനർ ബി സീൻ വിത്ത് ദ അനിമൽസ്. ഞങ്ങൾക്ക് ട്രെയിനറിനെയും അനിമലിന്റെ കൂടെ കാണിക്കാൻ എങ്ങനെയാണ് പറ്റുക? ഫിലിംസിൽ ടൈഗറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അനിമലിന്റെ കൂടെ കാണിക്കാനായിട്ട് പറ്റില്ല. ടൈഗറിന് ട്രെയിനറിന്റെ കൂടെ കാണിക്കാൻ എന്തായാലും പറ്റില്ല. ഹൗ കുഡ് ബൂബി ആൻഡ് ബഗ ബി പെട്രിഫൈഡ് വിത്ത് fear if the supposedly ferocious animal was accompanied by a man. Okay, ഈ വലിയൊരു അനിമല് അതിന്റെ ട്രെയിനറിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഗോപിയും കൈനെ എങ്ങനെ പേടിക്കാനാണ്? ഓക്കെ, നോ വി കുഡ് നോട്ട് അലോ ദാറ്റ് ഹാപ്പൻ. ഓക്കെ, ഞങ്ങൾക്ക് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതായത് ടൈഗറിന്റെ കൂടെ ട്രെയിനറിനെയും കൂടി ചേർത്തിട്ട് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും പറ്റൂല എന്ന് ആര് ചിന്തിക്കാണ്? നമ്മുടെ ആര് പറയാണ്, നമ്മുടെ സത്യജിത്രേ പറയാണ്. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. അതിന് മിസ്റ്റർ തൊറാട്ട് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാണ്. എന്താണെന്ന് പറയുന്നത്, ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ഞാൻ എന്ത് ചെയ്യാം, ടൈഗറിന്റെ കഴുത്തിൽ ഒരു വയർ ചുറ്റാം. അത് തിന്നായിരിക്കും, പക്ഷെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ അത് ക്യാമറയിൽ കാണില്ല. അങ്ങനെ ഒരു ആശയം ആര് മുന്നോട്ട് വെക്കാണ്, മിസ്റ്റർ തൊറാട്ട് മുന്നോട്ട് വെക്കാണ്. Perhaps it would remain invisible to the camera, but it was likely that the hair on the dog's neck would be flattened by the wire, which would give the whole thing away. Okay, എന്താണ് പറയുന്നത്, if the wire was thin enough, the wire thin ആണെങ്കിൽ പോലും perhaps it would bring invisible to the വളരെ thin ആണെങ്കിൽ ക്യാമറയിൽ ഒരു പക്ഷേ കാണുന്നുണ്ടാവില്ല. But it's likely that the hair on the tiger's neck would be flattened by the wire. എന്ത് സംഭവിക്കാൻ പോകുന്നത്, അത് അത് കടന്നു പോകാൻ അത് ഗീവ് ദ ഹോൾ തിങ് അവേ, അവരുടെ മുഴുവൻ ആ ഒരു ഒറിജിനാലിറ്റി ഇല്ലാതാക്കാനായിട്ട് അതിന് സാധിക്കും.
ആ ഒരു കഴുത്തിന് കയർ കെട്ടിയത് പെട്ടെന്ന് മനസ്സിലാക്കാനായി പറ്റും. വാട്ട് ഹിസ് വേ ഫോund a collar made of tiger skin, fixed the wire to the collar to this collar and then tied it down to the tiger's neck. I said, എന്താണ് നമ്മുടെ സത്യജിത് അതിനൊരു സൊല്യൂഷൻ മുന്നിലേക്ക് വെക്കണം. അതായത് അതിന്റെ കഴുത്തിലിടുന്ന ഒരു കയറിനെ അല്ലെങ്കിൽ ആ ഒരു കോളറിനെ ടൈഗറിന്റെ സ്കിന്ന് വെച്ചിട്ട് ഒരു കോളർ ഉണ്ടാക്കിയിട്ട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് എന്തായാലും ആ ഒരു നെക്ക് ഫ്ലാറ്റൻ ആകൂല എന്നൊരു സൊല്യൂഷൻ ആര് പറയാണ്? സത്യജിത്തിനെ പറയാണ്. ഓക്കെ, എന്നെ വില്ല്. ഓക്കെ, അങ്ങനെ അതിന്റെ ഒരു തീരുമാനമായി. ഇനി ഒരു ഷൂട്ടിംഗ് ആയിട്ട് തുടങ്ങാൻ കേട്ടോ, ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. വില്ലൻ കോൾഡ് ന്യൂട്ടൺ ഗ്രാം. We found a suitable bamboo grove to film the first meeting between Gopi and Bagha and the appearance of the tiger. Okay, അങ്ങനെ ഒരു നോട്ടൺ ഗ്രാം എന്ന് പറയുന്ന ഒരു വില്ലേജില് അവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗോപിയും ഭംഗിയും ആദ്യമായിട്ട് കാണുന്ന സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാംബു ഗ്രോ അവര് കണ്ടുപിടിക്കാണ്. മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മുടെ മിസ്റ്റർ തൊറാട്ട് ഒരു ടൈഗറുമായിട്ട് വരികയാണ്. അബൌട്ട് 25 പീപ്പിൾസ് ഇൻ ദ ലൊക്കേഷൻ. ഒരു ഓൾമോസ്റ്റ് 25 ആൾക്കാർ എന്തുണ്ട് ആ ലൊക്കേഷനിലുണ്ട്. അതിന് പുറമെ ഫ്യൂ ലോക്കൽ പീപ്പിൾ took out permission to go with us to watch how we tackled the tiger. അതിന് പുറമെ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ ഇവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ടൈഗറിനെ വെച്ചിട്ട് ഫിലിം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ടൈഗറിനെ എങ്ങനെ ടാക്കിൾ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നത്, ടൈഗറിനെ ഞങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് കുറച്ച് ലോക്കൽ പീപ്പിൾസും കൂടി ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, the cage on the lorry was covered. ആ കവറിൽ ലോറിയിൽ ഉണ്ടായിരുന്ന കേജ് കവേർഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. ആ കവർ കേജിന്റെ ലോറിയുടെ കവർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സർപ്രൈസ്ഡ് ആയി. കാരണം എന്താണ്, ഒരു ടൈഗർ ആയിരുന്നില്ല, അതിൽ 2 ടൈഗർ ഉണ്ടായിരുന്നു. ആ ടൈഗറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ടൈഗർ ആയിരുന്നു. റോബസ്റ്റ് ആയിട്ടുള്ള ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തിമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടൈഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. I decided to play safe. Mr. Tarat explained. If one doesn't get it right, we can use the other. അതായത് മിസ്റ്റർ തൊറാട്ട് അതിന് പറയാണ്, അവരെല്ലാം അടുത്ത് നിൽക്കുന്നതാണ്. മിസ്റ്റർ തൊറാട്ട് അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഞാനിത് കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അഥവാ ഒരു ടൈഗർ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിനെ യൂസ് ചെയ്യാം എന്നൊരു കാര്യം ആര് പറയാണ്? മിസ്റ്റർ തൊറാട്ട് പറയാണ്. ഓക്കെ, we mounted the camera on a tripod and placed it so that it faces the bamboo grove. എന്താണ് ബാംബു ഗ്രോവിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ക്യാമറ ഞങ്ങൾ പ്ലേസ് ചെയ്യാം. ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലാണ് നമ്മൾ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡിനെ എന്ന് പറയുന്നത് ട്രൈപോഡ് എന്ന് പറയുന്നത്. The audience was instructed to get understand as far as possible. അവരുടെ കാണാൻ പറ്റിയ ഓഡിയൻസിനോട് അവര് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ് ക്യാമറയുടെ ബാക്കിൽ നിൽക്കാണ്. അത് മാത്രമല്ല എത്രത്തോളം ബാക്കിലേക്ക് പോകാൻ പറ്റും അത്രത്തോളം ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആര് പറയാണ്? അവിടെയുള്ള ആൾക്കാർ അവർക്ക് had to stay relatively closer to the bamboo grove, and Gopi and Bagato had to be within a yard of the camera, for it was necessary to have at least one shot that showed them together with the tiger. എന്താണ്, we had to stay relatively close to the bamboo grove. ഞങ്ങളും ആ ഒരു ബാംബു ഗ്രോവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രദ്ധിച്ചു. എന്താണ്, ഗോപിയും ബഗാനെയും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടിലെങ്കിലും ടൈഗറിനെയും ഗോപിയെയും ബഗാനെയും ഒരുമിച്ച് കിട്ടണം. എന്നാൽ മാത്രമേ ഒരു സീന് ഒരു റിയാലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ടൈഗറിന് ഒരു ഷോട്ടിലും ഗോപിയും ബഗാനും വേറെ ഷോട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒറിജിനാലിറ്റി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടിലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാംബു ഗ്രോവിനോട് ചേർത്തിട്ടാണ് ഗോപിനെയും ബഗാനെയും നിർത്തിയിട്ടുള്ളത്. മിസ്റ്റർ തൊറാട്ട് മെൻ had fixed a Mr. Thorat's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supported to take a walk. എന്താണ്, തൊറാട്ട് ഒരു 5 അടിയോളം വരുന്ന ഒരു അയൺ റോഡ് ടൈഗർ നിൽക്കുന്നതിന്റെ ഒരു 30 അടി മാറ്റിയിട്ട് കുത്താണ്. എന്തിനാണ്? ടൈഗറിന് അറ്റ്ലീസ്റ്റ് അവിടുന്ന് വാക്ക് ചെയ്യണം, നടക്കുന്ന ഒരു ഷൂട്ടാണ്. അപ്പൊ നടക്കാൻ പാകത്തിന് 30 അടിയോളം വിട്ടിട്ടാണ് ആര് കുത്തുന്നത്? അയൺ റോഡ് മിസ്റ്റർ തൊറാട്ട് കുത്തുന്നത്.
long wire and fixed one into the collar made of tiger skin that the tiger was already wearing. Okay, അപ്പം ഈ ഒരു വയറിന്റെ ഒരു തല എന്ന് പറയുന്നത് ഒരു ടൈഗർ സ്കിൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കോളറുമേ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ടൈഗറിന്റെ കഴുത്തിൽ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. The other end was tied firmly to the visible portion of the iron rod. അയൺ റോഡിന്റെ മറ്റേ അറ്റം അയൺ റോഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, the door of one of the cages was unfastened and Mr. Thorat called out to the ടൈഗർ. എന്താണ് അതിലെ ഒരു ടൈഗറിന്റെ കേജ് തുറക്കുകയും തൊറാട്ട് ടൈഗറിനെ പുറത്തേക്ക് വിളിക്കുകയും ചെയ്ത സമയത്ത് it responded almost at once and hung off to the land on the open space abroad. Okay, വിചാരിച്ചതിനോട്ടായിട്ട് സ്പ്രാങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുളച്ചു പൊന്തുക എന്നൊക്കെയാണ് ശരിക്കും അർത്ഥം. മുളച്ചു പൊന്തുന്ന ഇവിടെ ഉദ്ദേശിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചാടി ഒറ്റയടിക്ക് ചാടി കണ്ട് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ലേ, വിളിച്ച സമയത്ത് തന്നെ പതുക്കെ നടന്നു വരാതെ പെട്ടെന്ന് ഒരു ഓപ്പൺ സ്പേസിലേക്ക് ചാടാൻ ചെയ്തിരുന്നത്. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഒക്കെ പിന്നീട് നമ്മൾ കാണുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാറ്റ് startled and helpless face told us that he was as taken aback out of as the rest of us. Again, മറ്റുള്ളവരെ പോലെ തന്നെ ഈ മിസ്റ്റർ തൊറാട്ടും പേടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഫേസ്, അദ്ദേഹത്തിന്റെ മുഖം നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു സത്യജിത്തിലേക്ക് മനസ്സിലായിരുന്നു. കാരണം അദ്ദേഹം എന്താണ് ഹെൽപ്ലെസ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് steadily in a definite manner, the tiger started prancing around with tremendous enthusiasm. എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് steadily എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാമായിട്ട് നടക്കേണ്ട സ്ഥാനത്ത് ടൈഗർ എന്താ ചെയ്തത്? സ്റ്റാർട്ടഡ് പ്രാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുക അല്ലെങ്കിൽ പ്രചോദനം, വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ട്രമൻഡസ് എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ, എന്തൂസിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹം എന്നാണ് അർത്ഥം. ട്രമൻഡസ് എന്തൂസിയാസം, അതിന് ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം, ഫ്രീ ആയിട്ട് ഇറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടിയ സമയത്ത് അതായത് മാക്സിമം ഉപയോഗിക്കാണ്. It rolled about dragging its poor trainer who was desperately clutching the wire tied to the tiger's collar. എന്താണ് അത് ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജമ്പ് ചെയ്യാനാണ് അർത്ഥം. ഓക്കെ, ജമ്പ്, അത് ചാടുന്നുണ്ട്, ഉരുളുന്നുണ്ട്. ഓക്കെ, ഡ്രാഗിങ് പോർ ട്രെയിനർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു തല, ഈ കയറിന്റെ ഒരു തല ആര് പിടിച്ചിട്ടുണ്ട്? നമ്മുടെ ട്രെയിനർ ആയിട്ടുള്ള മിസ്റ്റർ തൊറാട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചാടുകയും ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മിസ്റ്റർ തൊറാട്ട് എന്താണ് അതിന്റെ കൂടെ അതിന് ചാടേണ്ടി വരികയാണ്. ഓക്കെ, ഫ്യൂട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്ഫലമായതാണ്. ടൈഗർ കോളർ പിന്നെ ഫ്യൂട്ടൈൽ attempt to bring it under control. ഓക്കെ, അതിനെ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പിടിച്ചു വലിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ടൈഗർ ചാടുതുള്ളി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചാടുതുള്ള ചെയ്യാൻ എന്നല്ലാതെ നമ്മുടെ മിസ്റ്റർ തൊറാട്ടിനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, stood around foolishly watching a new and strange kind of circus which we were getting to see for free. എന്താണ് അവരെല്ലാവരും മണ്ടന്മാരെ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് which we were getting to see for free. സാധാരണ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ടിക്കറ്റ് എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സർക്കസ് കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്. അപ്പൊ ചുറ്റും കൂടി നിന്നവർക്ക് ഉണ്ടായിരുന്നത്. ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് ത്രീ ലെഗ്സ്. ക്യാമറ ഇപ്പോഴും ട്രൈപോഡുമേ നിൽക്കുകയാണ്, staring into the wood, but the tiger was showing no sign of making it free. Okay, മറ്റേ ഈ ക്യാമറ ഇപ്പോഴും ഷൂട്ട് എടുക്കാൻ തയ്യാറായതുകൊണ്ട് ആ ഒരു വുഡ്സിന്റെ ആ ബാംബു ഗ്രൂപ്പിന് നേരെ നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു ടൈഗർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള സൈനും കൊടുക്കുന്നില്ല. Once the tiger had calmed down, we managed to take a few shots needed. Okay, ഒരിക്കൽ എന്ത് ചെയ്തു, ടൈഗർ ഒന്ന് ശാന്തമായ സമയത്ത് ഇവരെന്ത് ചെയ്തു, കുറച്ച് ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. This should have been the end of the story, but
When we returned to Calcutta and looked at the scene with the tiger, we realized that the camera had failed to work properly. എന്താണ് അവർ വിചാരിച്ചു ഇത്രേ ഉള്ളൂ ഈ സ്റ്റോറി എന്ന് വിചാരിച്ചു. പക്ഷേ അവര് കൽക്കത്തയിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ ഒരു സീൻസ് ഒക്കെ ഒന്ന് കാണുന്ന സമയത്ത്, ടൈഗറിന്റെ സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വി റിയലൈസ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ക്യാമറ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാവാണ്. ഇന്നത്തെ പോലെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഇരുന്നിട്ട് സീനുകളൊന്നും കണ്ടു നോക്കാനുള്ള അവസരം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് കൽക്കത്തയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് അവർ സീൻസ് ഒക്കെ കണ്ടു നോക്കുന്നത്. പക്ഷെ ക്യാമറ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സീൻസ് ഒന്നും മറ്റേ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ദ ഷോർട്സ് വേർ ടു ഡാർക്ക്. ഷോർട്സ് എന്തായിരുന്നു, വളരെ ഡാർക്ക് കളറിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ മച്ച് സോ ദാറ്റ് the tiger was merging almost completely with the background of the trees and leaves. ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ട്രീസിന്റെ ലീവ്സിന്റെ ഒക്കെ ഇടയിൽ മേർജ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ടൈഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ടൈഗറിനെ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. മേർജ് എന്ന് പറഞ്ഞാൽ കൂടി ചേർന്നുണ്ട്. ആ ലീവ്സിന്റെയും ട്രീസിന്റെ ഒക്കെ ഇടയിൽ കൂടി ചേർന്ന രൂപത്തിലായിരുന്നു ടൈഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വി ഹാവ് ടു ഷോ ദ സീൻ ഓൾ ഓവർ അഗൈൻ. ഞങ്ങൾക്ക് എന്ത് വന്നു, ആ സീന് ഒന്നുകൂടി ഫസ്റ്റ് മുതൽ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തൊറാട്ട് ആൻഡ് ഹി അഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ വർക്ക്. ഓക്കെ, മിസ്റ്റർ തൊറാട്ടിനോട് അതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അവർ ഒരു പ്രാവശ്യം കൂടി പോവാന്ന് സമ്മതം കൊടുത്തു. വി ഫൗണ്ട് അനദർ ബാംബൂ ക്ലോസർ ടു കൽക്കത്ത ഇൻ എ വില്ലേജ് കോൾഡ് ബോറൽ. ഓക്കെ, കൽക്കത്തയിൽ നിന്നുള്ള ഒരു ബോറൽ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അവരെന്ത് ചെയ്തു, ഇതുപോലൊരു ബാംബൂ ഗ്രൂവ് കണ്ടുപിടിച്ചു. The lorry arrived once more with Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. Okay, ആ ഒരു ലോറി ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് വന്നിറങ്ങാണ്. ആദ്യത്തെ പോലെ തന്നെ മിസ്റ്റർ തൊറാട്ട് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, ആ ഒരു സ്റ്റീൽ വയർ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കോളർ ഉണ്ടായിരുന്നു, ടൈഗറിന്റെ തോല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ കോളർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ iron rod ഒക്കെ പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് ദ ലോറി came the whole village. Okay, ഒരു ലോറിന്റെ കൂടെ ആ വില്ലേജ് മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. വി ടോൾഡ് ദ വില്ലേജസ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഒക്കെ 70 ഡിസ്റ്റൻസ് അകലെയെങ്കിലും നിൽക്കാനായിട്ട് ഞങ്ങൾ വില്ലേജേഴ്സിനോട് പറഞ്ഞു നോക്കി. എന്തിനാണ്, ഇതിന് മുന്നത്തെ അനുഭവം അവർക്ക് അറിയുന്നതാണ്. ആ ഒരു പെട്ടെന്ന് അത് ചാടി വന്നതും ഓടിയതും ഉരുണ്ടതൊക്കെ അവർക്ക് ഓൾറെഡി അനുഭവം ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വില്ലേജേഴ്സിനോട് 70 feet അകലേക്ക് പോയി നിൽക്കാനായിട്ട് ആര് നിർദ്ദേശം കൊടുത്തു, ഈ ഒരു ഫിലിം മേക്കേഴ്സ് നിർദ്ദേശം കൊടുത്തു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ ടോൾഡ്. ഓക്കെ, അവരെന്താണ് പറഞ്ഞത് എന്നുള്ളതിലേക്ക് എന്താ വില്ലേജേഴ്സ് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദി ക്യാമറ ആസ് ദേ കുഡ്. അവർക്കൊണ്ട് കഴിയുന്നത്രയും ക്യാമറയുടെ അടുത്തേക്ക് ആര് വന്നു, ഈ ഒരു ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എൻറ്റയർ ക്രൗഡും വന്നു നിന്നു. We could not afford to waste any more time explaining and arguing. അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടും തല്ലുപിടിച്ചിട്ടും ഒന്നും നിൽക്കാനുള്ള സമയം ആർക്കും ഉണ്ടായിരുന്നില്ല. അഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാനുള്ള ഒരു സമയം അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തൊറാട്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ റെഡി ആക്കിയിട്ട് തൊറാട്ടിന് അവര് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. ദ ഇൻസ്റ്റന്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്, ഔട്ട് ടൈഗർ ഇമർജ്ഡ് വിത്ത് എ ലൗഡ് റോർ. എന്താണ്, അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത്, കേജിന്റെ ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് ക്ലാങ്. ക്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന ശബ്ദത്തിനെയാണ് ക്ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, our tiger emerged with a loud roar. Okay, ടൈഗർ അവിടെ ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടാം, വിത്ത് എ ലൗഡ് റോർ, വലിയൊരു ഗർജനത്തോട് കൂടിയിട്ട് അതിന് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാണ്. ആൻഡ് ചാർജ് സ്ട്രീറ്റ് അറ്റ് ദ വില്ലേജസ് ഗാദേർഡ് ബിഹൈൻഡ് ക്യാമറ. ക്യാമറയുടെ പിന്നിൽ ഉണ്ടായിരുന്ന സകല വില്ലേജസിന്റെയും നേരെ അത് ചെന്ന് ചാടിക്കൊടുക്കാണ്. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 people. 150ഓളം പീപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. 150ഓളം ആളുകൾ ഉണ്ടായിരുന്ന ഒരു ക്രൗഡ് മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. എന്താണ്, ഒരു മാജിക് എന്ന പോലെ അവരെല്ലാവരും മെൽറ്റ് ആയിപ്പോയി എന്ന് പറയുന്നത്. അതായത് അവരവിടുന്ന് ഇല്ലാതെ ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അവരുടെ നേരെ ഒരു ടൈഗർ ചാടിയ സമയത്ത് ഇവിടെ ഒരു പോയറ്റിക്കലി പറയാണ്, എന്താണ്, മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക് പോലെ അവർ മെൽറ്റ് ആയിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബർസ്റ്റ് ഓഫ് എനർജി, the tiger calmed down very quickly. Okay, ആദ്യം തന്നെ ഒരു ചാട്ടം ചാടി വളരെ ഗർജനത്തോടൊക്കെ വന്നിട്ട് അതിനുശേഷം പിന്നെന്താവാണ്, ഒരു ടൈഗർ വളരെ കാമായിട്ട് പെട്ടെന്ന് തന്നെ വളരെ കാമായി മാറാണ്, അതായത് ശാന്തമാകാൻ. ലൈക്ക് ആൻ ഒബീഡിയൻ ചൈൽഡ്. പറഞ്ഞാൽ അനുസരിക്കേണ്ട കുട്ടീനെ പോലെ ടൈഗർ ഉണ്ടായി ഒരു കാമായിട്ട് ഒരു സൈഡിലേക്ക് മാറുന്നു. It walked over to the spot we had chosen, paced about quietly
അത് ഇറ്റ് വാസ് റിക്വയർഡ്. സോ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആവശ്യം അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പോട്ടിലേക്ക് അത് വളരെ ക്വയറ്റ് ആയിട്ട് വാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹാമ്പിൾ ബാക്ക് ടു ഇറ്റ് ട്രെയിനർ. അതിനുശേഷം അത് പതുക്കെ അതിന്റെ ട്രെയിനിന്റെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻ ദ ക്യാമറ ദിസ് ടൈം ബിഹേവ് ദിസ് ടൈം വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scenes we had shooted. Okay, ഈ സമയത്ത് ക്യാമറയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 2 ദിവസത്തിന് ശേഷം കൽക്കത്തയിൽ ചെന്ന് നോക്കിയ സമയത്ത് ഞങ്ങൾ മനസ്സിലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? സത്യജിത് റേ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിന് ടൈഗറിനെ വെച്ച് ഒരു ഫിലിം ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ ഒരു ആവശ്യം വരികയാണ്. അങ്ങനെ വന്ന സമയത്ത് അവർ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, അവർക്കുണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ ചാപ്റ്ററിൽ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കും. അതിൽ പ്രധാനപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. എന്താണ് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. റേ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വിസിറ്റഡ് ഭാരത് സർക്കസ് ക്യാമ്പ് ഇൻ കൽക്കത്ത ടു ഹയർ എ ടൈഗർ ടു ബി ഫിൽംഡ് for his movie Gobi Khaine Bagha Baine. He spoke the manager of the സർക്കസ് കമ്പനി. സർക്കസിന്റെ കമ്പനി മാനേജർമാര് വിസിറ്റ് ചെയ്യാൻ പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഗോപി കൈനെ ബഗ പൈന എന്ന് പറയുന്ന ഫിലിം എടുക്കാൻ വേണ്ടിയിട്ടില്ല, ടൈഗറിന് വേണ്ടിയിട്ട് അവർ ഭാരത് സർക്കസിന്റെ ക്യാമ്പിലേക്ക് പോവാണ്. അവിടുത്തെ മാനേജറിനെ കാണാനാണ്. ഓക്കെ, വാട്ട് വുഡ് റേ ഹാവ് സ്പോക്കൻ? എന്തായിരിക്കും റേ പറഞ്ഞിട്ടുണ്ടാവുക? അറ്റംപ്റ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റേ ആൻഡ് ദി മാനേജർ. റേയും മാനേജറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവര് കൽക്കത്തയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഭാരത് സർക്കസിന്റെ ക്യാമ്പിൽ പോയിട്ട് മാനേജറിനോട് സംസാരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള മാനേജറും റേയും തമ്മിലുള്ള ചെറിയ കോൺവെർസേഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ചെറിയൊരു രൂപമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആൻസർ പറയുന്നത്? റേ ചോദിക്കാണ്, റേ പറയാണ്, ഗുഡ് മോർണിംഗ് മാനേജർ, ഐ ആം ഫിലിം ഡയറക്ടർ. ഓക്കെ, അദ്ദേഹം അവിടെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ മാനേജർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് റേ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ റേ, ഐ ഹാവ് ഹേർഡ് ലോട്ട് ഓഫ് അബൌട്ട് യു, വാട്ട് ബ്രിങ് യു ഹിയർ? ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്താണ് നിങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഐ എം ഷൂട്ടിംഗ് എ ഫിലിം വിത്ത് എ ടൈഗർ ഇൻ ഇറ്റ് വിത്ത് എ സ്മോൾ റോൾ ഇറ്റ് ഹാസ് ടു ബി സീൻ along with two of actors. അല്ലെ, ഞാനൊരു ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ടൈഗറിന് ആവശ്യമുണ്ട്. ടൈഗറിന് ചെറിയൊരു റോളേ ഉള്ളൂ, ഞങ്ങളുടെ ഒരു 2 ആക്ടേഴ്സിന്റെ കൂടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെൽ അവർ റിംഗ് മാസ്റ്റർ Mr. Tarat, a nice gentleman. I will ask him if it is possible to send Tiger out on such mission. If he agrees, I will have no problem. I will definitely help him. Okay, അപ്പൊ അദ്ദേഹം സമാനമായ രീതിയിൽ അവർക്ക് റീപ്ലൈ കൊടുക്കാൻ എന്താണ്, ഞങ്ങളുടെ ഒരു റിംഗ് മാസ്റ്റർ ഉണ്ട്, വളരെ ജനറലായിട്ടുള്ള ഒരാളാണ്, മിസ്റ്റർ തറാട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനോട് ഞാൻ ഇക്കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെയാണ് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ, ടൈഗറിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, ഇത്രയും എന്താ പറയുന്നത്? താങ്ക് യു വെരി മച്ച്. യു ഷുഡ് മീറ്റ് മിസ്റ്റർ തറാട്ട് ഓർ യു സ്പീക്ക് ടു ഹിം. എന്താണ് അറിയുന്നത്? ഞാൻ ചോദിക്കണം അതോ നിങ്ങൾ ചോദിക്കണോ എന്ന് അദ്ദേഹം ചോദിക്കാണ്. അപ്പോൾ മാനേജർ പറയണം, ഐ വിൽ സ്പീക്ക് വിത്ത് ഹിം ഫസ്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ മീറ്റ് ഹിം ഫോർ മേക്കിംഗ് ദി ഫൈനൽ അറേഞ്ച്മെന്റ്. ബൈ ദ വേ, ഫോർ ഹൗ ലോങ് ഡു യു വാണ്ട് ദ ടൈഗർ? ഓക്കെ, അദ്ദേഹം ചോദിക്കുകയാണ് ശേഷം ഫൈനൽ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കാണാമെന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര സമയത്തേക്ക് ഈ ഒരു ടൈഗറിനെ വേണ്ടി വരുമെന്ന് മാനേജർ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? Actually, the shooting will be at this for 2 hours. Okay, shooting ഒരു 2 മണിക്കൂറൊക്കെ മതിയാകും. But then there is a traveling time. We intended to take the shoot in at Norton Gram, which is a bit far from here. Okay, നമ്മൾ ഉദ്ദേശിക്കുന്നത് നോട്ടൺ ഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 hour മതി, പക്ഷെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് 2 ദിവസം വേണ്ടിവരും എന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, അപ്പൊ മാനേജർ എന്താ പറയുന്നത്? നോ പ്രോബ്ലം, വിൽ ബി the one to decide finally. He has the animals here, but I am sure he will agree. Okay, കുഴപ്പമൊന്നുമില്ല, സ്വന്തമായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് നന്നായിട്ട് അനിമൽസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം അഗ്രി ചെയ്യുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ടൈഗറിനെ തരാമെന്ന് മാനേജർ സമ്മതിക്കാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസ്
പറയാണ് എന്താണ്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് decided to make a film called Birds. The story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was occurred in large number of ravens. Notices were placed in the press all of the United States, asking people to contact the filmmaker. എന്നാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഒരു ബേർഡ്സ് എന്ന് പറയുന്ന ഫിലിം ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം ആ ഫിലിമിലെ കഥ എന്ന് പറയുന്നത് ലോകത്തിലുള്ള പല ഭാഗത്തു നിന്നും ബേർഡ്സ് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് മറ്റു ബേർഡ്സിന് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടത് റാവൻസിനെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻഡ് റാവൻസിനെ തെരഞ്ഞുകൊണ്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂസ് പേപ്പറിൽ കൊടുക്കാനുള്ള ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പറയാം. Alfred Hitchcock is planning to make a movie titled Birds. Okay, ആദ്യം അവരുടെ ഒരു ഡീറ്റെയിൽസ് പറയാനതിന് ശേഷം കാര്യം പറയാനുണ്ട്. ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ സ്റ്റോറി ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ആർ അറ്റാക്കിംഗ് ബേർഡ്സ് എന്നാണ് കേട്ടോ. ആ ഒരു ബൈൻസ് ഒന്നായിട്ടില്ല എന്നല്ല, അവരാണ് ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സീൻ അറ്റാക്കിംഗ് ഹ്യൂമൻസ്. വേൾഡിലുള്ള ഒരുപാട് പക്ഷികൾ മനുഷ്യനെ അറ്റാക്കിംഗ് ചെയ്യുന്നതാണ് സീൻ എന്ന് പറയുന്നത്. വി നീഡ് എ വെറൈറ്റി ഓഫ് ട്രെയിൻഡ് ബേർഡ്സ്, എസ്പെഷ്യലി ലാർജ് നമ്പർ ഓഫ് റാവൻസ്. ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിൻഡ് ബേർഡ്സിന് ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് റാവൻസിന് ആവശ്യമുണ്ട്. ഓക്കെ, if you have trained birds of any especially you have opportunity here to display and just നിങ്ങളുടെ കയ്യിൽ എനി കൈൻഡ് ഓഫ് ബേർഡ്സ് ആകെ, പ്രത്യേകിച്ച് പാരന്റ്സ് നിങ്ങളുടെ കയ്യിലില്ല, അവരുടെ കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെന്ന് അദ്ദേഹം അവരുടെ നോട്ടീസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹാൻസം പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ഫോർ ചോസൺ ബേർഡ്സ്. തെരഞ്ഞെടുത്തുള്ള പക്ഷികൾക്ക് എന്താണ് അതിന്റെ പേയ്മെന്റ് ഉണ്ടാവുന്ന പറയാണ്. ദ ഷൂട്ട് മേ ലാസ്റ്റ് a couple of days, and so the owners or trainers of the birds must be ready to come with birds to Hollywood and stay for the duration of shooting. For more information, contact details നമ്മൾ കൊടുക്കണം, എന്നാലും എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ടീസിന്റെ ഈ പറഞ്ഞ പോലെ ചെറിയ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഒരു ലെറ്റർ ആണ് പ്രത്യേകം പറയുന്നത്. എന്താണ് എന്ത് ലെറ്റർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക നിങ്ങൾ. അക്കോർഡിംഗ് ടു ദി ഒരു ഒഫീഷ്യൽ എഴുതുന്നത് എന്താണ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്. If an animal is used for purpose of entertainment, it should be according to strict norms suggested by the act. Okay, അപ്പം നമുക്ക് നമ്മുടെ സത്യത്തിൽ ഒരു ടൈഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അനിമലിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിലിം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനുള്ള പെർമിഷന് വാങ്ങിക്കും. അല്ലാതെ നമ്മൾ ഓടിച്ചെന്നിട്ട് ഒരു മൃഗത്തിനെ വെച്ചിട്ട് ഒരു ഫിലിം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അതിനുള്ള പെർമിഷൻ വാങ്ങിക്കും. We write a letter to the chairman of Animal Welfare Board of India, the details of the shoot and ensuring that the rules will be strictly adhered to. Draft the likely letter. അതായത് ഇവിടെ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള എന്താ പറയാ, അതിനുള്ള അനുവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ അയക്കാണ്. ഓക്കെ, ആർക്ക് അയക്കുന്നത്? ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ചെയർമാനാണ് അയക്കുന്നത്. അപ്പൊ അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ്. നമ്മൾ സാധാരണ നമ്മുടെ കൂട്ടുകാർക്ക് ലെറ്റർ എഴുതുന്ന പോലെ വിശേഷം ചോദിച്ചിട്ടുള്ള ലെറ്റർ അല്ല, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം അവതരിപ്പിക്കുന്ന ലെറ്റർ. അപ്പൊ ആ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഉള്ള ഒരു ഫോർമാറ്റ് ആണത്. ഫസ്റ്റ് അഡ്രസ് സെൻഡർ, അതായത് നമ്മൾ ഫ്രം അഡ്രസ് കൊടുക്കണം, അതിനുശേഷം ഡേറ്റ് കൊടുക്കണം, അതിനുശേഷം അതിന്റെ താഴേക്ക് നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റിസീവർ, അതായത് ടു അഡ്രസ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ നിങ്ങൾ എന്തായാലും സ്പേസ് കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് സല്യൂട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ പോലെ ഡിയർ എന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, സർ അല്ലെങ്കിൽ ഒരു മാഡം, ആ ഒരു രീതിയിൽ നിങ്ങൾ സല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കാര്യം എന്താണ്, സബ്ജക്ട് എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയണം. ഓക്കെ, ഒരു ഒഫീഷ്യൽ ലെറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി എഴുതാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് മാത്രം പ്രിസൈസ് ചെയ്ത് എഴുതാനേ പാടുള്ളൂ. അപ്പൊ സബ്ജക്ട് നമ്മൾ ആദ്യം കൊടുക്കണം. എന്താണ് ഇവിടെ നമ്മൾ സബ്ജക്ട് കൊടുക്കാൻ പറ്റാം? ഞങ്ങൾക്ക് ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും. ബോഡി ഓഫ് ലെറ്റർ, അതിനുശേഷമാണ് നമ്മൾ ബോഡി ഓഫ് ലെറ്റർ കൊടുക്കുക. അത് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, സബ്ജക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, കൺക്ലൂഷൻ കൊടുക്കണം. അതായത് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ഫിലിം മേക്കർ, ഇന്ന കമ്പനിയുടെ ഫിലിം മേക്കർ ആണ്. അപ്പൊ എനിക്ക് ഇന്ന ഒരു ഫിലിം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഞാനൊരു ടൈലറിന് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. എവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, എത്ര സമയം ഷൂട്ടിങ്ങിന്റെ ആവശ്യം വരും, എവിടെ നിന്നാണ് ഉൾപ്പെടുത്തേണ്ടി വരും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള അതായത് ഫീലിനൊക്കെ കൊടുക്കാം. അതിനുശേഷം നിയമം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സമയം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഇത് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ അവരുടെ ടൈഗറുമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് അവന്റെ കൂട്ടുകാരന് കത്തയക്കുന്നത്. അപ്പൊ കൂട്ടുകാരന് കത്തയക്കുന്ന സമയത്ത് നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ അല്ല, നമ്മുടെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അതിൽ നമുക്ക് 2 അഡ്രസ് കൊടുക്കണം നിർബന്ധമല്ല, ഫ്രം അഡ്രസ്സും ഡേറ്റും കൊടുക്കുക. അതിനുശേഷം സല്യൂട്ടേഷൻ കൊടുത്തിട്ട് കാര്യം നമ്മൾ പറയാം. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അന്വേഷിക്കുന്നതായിരിക്കണം. അതിനുശേഷം കണ്ടന്റ് പറയാം. കൺക്ലൂഷൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് യുവർ ലവിംഗ്ലിന്നോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്, അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ എഴുതാം. ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ഫ്രം അഡ്രസ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം, ടു അഡ്രസ്സും അതിനുശേഷം സല്യൂട്ടേഷനും സബ്ജക്റ്റും കൊടുക്കണം. എന്നിട്ട് വേണം അതിന്റെ ബോഡി എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കണ്ടംപ്ലറി ക്ലോസും കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, അതിന്റെ തീമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്തി ആൻസർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാ ആൻസേഴ്സും നന്നായിട്ട് വായിച്ച് നോക്കുക പറ്റുക. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടേതായിട്ടുള്ള രീതി എഴുതും. അതിനൊരു മോഡൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിൽ കൊടുത്തിട്ടില്ല നോക്കുക. ആദ്യം നമ്മൾ ഫ്രം അഡ്രസ് കൊടുത്തിട്ടുണ്ട്, സത്യജിത് റേ ഫിലിം പ്രൊഡക്ഷൻ, കരോൾ ബാഗ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്, കൽക്കട്ട കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന്റെ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നീട് 2 അഡ്രസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് 2 അഡ്രസ് ആർക്കാണ് അയക്കുന്നത്, ചെയർമാനാണ് കത്തയക്കുന്നത്. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചെയർമാനാണ് കത്തയക്കുന്നത്. അത് അവരുടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, കനോട്ട് പ്ലസ് ന്യൂഡൽഹിയാണ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സല്യൂട്ടേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഡിയർ സർ. ഓക്കെ, ഡിയർ സർ എന്ന രീതിയിലാണ് ഇവിടെ സല്യൂട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്, എന്താണ്, പെർമിഷൻ ടു യൂസ് എ ടൈഗർ ഇൻ എ ഫിലിം. ഓക്കെ, പെർമിഷൻ ടു യൂസ് എ ടൈഗർ ഇൻ ഫിലിം, അതാണ് അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അതിന്റെ ബോഡി കൊടുത്തിട്ടുള്ളത്, എന്താണ്, വി ആർ പ്ലാനിങ് ഷൂട്ട് എ ന്യൂ ഫിലിം ടൈറ്റിൽ ഗോപി കനി ബസബൈനെ. In the film, there is a scene where Gobi and Baga come across a tiger calmly walking about the forest. ഫോറസ്റ്റിലൂടെ നടന്നു പോകുന്ന ഒരു ടൈഗറിന്റെ മുമ്പിൽ ആര് ചെന്നപ്പെടുന്നുണ്ട്, ഗൂബിയും ബഗയും ചെന്നപ്പെടുന്നുണ്ട്. ഓക്കെ, വി ഹാവ് ഡിസ്കസ് വിത്ത് ഭാരത് സർക്കസ് ആൻഡ് ദേ ഹാവ് അഗ്രീഡ് ടു ഗീവ് ടൈഗർ ഫോർ ദ ഷൂട്ട്. ഓക്കെ, ഞങ്ങളിത് ഭാരത് സർക്കസിലെ ആൾക്കാരോട് മാനേജറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്കൊരു ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള ടൈഗറിനെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേ ടോൾഡ് ആസ് വി ഹാവ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ദി ബോർഡ് ഫോർ യൂസിങ് ദെയർ ആനിമൽസ് ഇൻ ദ ഫിലിമിൽ യൂസ് ചെയ്യാനുണ്ട്, പെർമിഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ റിക്വസ്റ്റ് യു ടു ഗീവ് ദ നെസസറി പെർമിഷൻ. ഇതെന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ള പെർമിഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത്. ദ ആക്ച്വൽ ഷൂട്ട് വിൽ ബി ഓൺലി ഫോർ about 2 hours. ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂറൊക്കെ ഷൂട്ട് ആവശ്യം വരുള്ളൂ. ദ ലൊക്കേഷൻ ഇസ് നോട്ടൺ ഗ്രാമിലാണ് ഷൂട്ട് നടക്കുന്നത്. ദ ടൈഗർ വിൽ ബി ട്രാൻസ്പോർട്ടഡ് ദെയർ ഇൻ എ കേജ്. ലോറിയുടെ ഒരു കേസിലായിരിക്കും ടൈഗറിനെ ഞങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ടാവാം. ഓൾ precautions are taken as suggested by the animal welfare department and their conditions for the prevention of cruelty to animals are strictly followed. അതായത് നിങ്ങളുടെ അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് മുന്നിലേക്ക് വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണ്ടീഷൻസും ഞങ്ങൾ എന്ത് ചെയ്തോളാം, അനുസരിച്ചോളാം, അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തോളാം. അനിമൽസിന് ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ ഞങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തോളാം എന്നൊക്കെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ലെറ്റർ അവരുടെ റിക്വസ്റ്റ് ലെറ്റർ ആണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള കണ്ടന്റാണ് വെച്ചിട്ടുള്ളത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഗെറ്റിംഗ് യുവർ പെർമിഷൻ ആൻഡ് താങ്കിങ് യു. അവർക്ക് പെർമിഷൻ കിട്ടും എന്നുള്ളത്
ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ നല്ലത് ഫോളോ ചെയ്യാം. അതിലാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതേണ്ട ഒരു ഒരു എന്താ പറയാ, ഒരു ഒരു ഫോട്ടോ കൂടിയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? റേയും മാനേജറും തമ്മിൽ കോൺവെർസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ നോട്ടീസ്, ബേർഡ്സിന് ആവശ്യപ്പെടുന്ന നോട്ടീസ്, അതേപോലെ തന്നെ ഈ ഒരു അനിമൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്ന ഒരു പെർമിഷൻ സീക്കിംഗ് ലെറ്റർ. ഓക്കെ, ഇതൊക്കെ ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാർക്ക് ഈ ഒരു ടൈഗറുമായി വെച്ചിട്ട് ഷൂട്ടിങ് നടത്തിയിട്ടുണ്ടായ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഒരു ഫ്രണ്ട്ലി ലെറ്റർ. അതൊക്കെ നിങ്ങൾക്ക് ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്താ, ചിലപ്പോൾ മിസ്റ്റർ ഫെറാട്ടിന്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിൽ. കാരണം മിസ്റ്റർ ഫെറാട്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, ശാരീരികമായിട്ടുള്ള അതായത് അവരുടെ ഫിസിക്കലി അവരെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ മേ ബി മിസ്റ്റർ ഫെറാട്ടിന്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അതിനൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ആൻസറുകൾ കണ്ടുപിടിച്ചിട്ട് പോകുക. അപ്പൊ ഇനി ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ആണോ? കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.